അച്ഛൻ വിളിച്ചിട്ട് സംസാരിക്കുകയും അതിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽസ് കാണിച്ചിട്ടില്ല, അത് അച്ഛൻ്റെ ഇൻ്റർവ്യൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വിളിച്ചിട്ട് സംസാരിക്കുകയും 2 ദിവസം ഗബ്രിയോട് അടുപ്പം കാണിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു ഫോൺ കോൾ ഉണ്ടായിരുന്നു. ശരിക്കും എന്താണ് സംഭവിച്ചത്? ആ ഫോൺ കോളിൽ എന്താണ് സംസാരിച്ചത്? ഫോൺ കോളിൽ ഇവർ വിളിച്ചിട്ട് അത് പുറത്ത് ഇവർ വിടുന്നില്ല എന്നുള്ളതൊന്നും എനിക്കറിയാൻ പാടില്ലല്ലോ. മനസ്സിലായോ? ഈ അതിനകത്ത് എന്താണ് വിടുന്നില്ല എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ, കാരണം ഞാൻ അതിൻ്റെ അകത്തല്ലേ. അപ്പം ഇവരതിനകത്ത് ഫോൺ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് അത്തായാണ് സംസാരിക്കുന്നത്, ഇതേപോലെ ബ്ലോക്ക് ഉണ്ടെന്ന് പറഞ്ഞു. ഈ ബ്ലോക്ക് എന്ന് പറഞ്ഞത് ഉള്ളതാണോ കള്ളതാണോ തമ്പുരാൻ അറിയാം. ഞാനിവിടെ ചോദിക്കുമ്പോൾ എൻ്റെ അടുത്ത് അന്ന് ഒരു വയ്യായിക്ക് വന്നപ്പോൾ നിന്നെ വിളിച്ചറിയിച്ചതാണെന്നുള്ളതാണ്. അപ്പം ബ്ലോക്കാണ് എന്ന് പറഞ്ഞിട്ട് എനിക്കത് മനസ്സിലായൊരു സാധനം എന്ന് പറഞ്ഞാൽ, ചിന്നു ഒറ്റയ്ക്ക് നിന്ന് കളിക്കുമോളെ എന്നുള്ള രീതിയിൽ പറഞ്ഞു. ഇത്ര അവർ പറഞ്ഞു. അപ്പോൾ ഇവരിത് പറയുമ്പോഴത്തേക്ക് ഇവരുടെ ചിന്നു വിളിയിൽ എനിക്കെന്താണ്, നമുക്ക് ഇടറി വിളിക്കുമല്ലോ. നമ്മുടെ തന്തയും തള്ള 23 വർഷം കൊണ്ട് കാണുമല്ലേ. അപ്പോൾ അവരുടെ സൗണ്ടിലൊരു ഇടർച്ച വരുമ്പം പിന്നെ ഇതിൻ്റെ കൂടെ ഇവർ ഒറ്റയ്ക്ക് നിന്ന് കളിക്കുമോളെന്ന് പറയുമ്പോഴും ഇതിൻ്റെ അകത്തും ഫുൾ എന്താണ് ചർച്ച? ഒറ്റയ്ക്കല്ല, ജാസ്മിൻ ഗബ്രി എന്നുള്ളൊരു സാധനമാണ്. ഞങ്ങൾ ഒരുമിച്ച് നിന്നിട്ടുണ്ട്, കാരണം നമുക്ക് ഒരുമിച്ച് നിന്നാലേ അവിടെ നിന്ന് പോകാൻ പറ്റൂ എന്നുള്ളൊരു അവസ്ഥയായിരുന്നു. ആ അവസ്ഥയിൽ ഞങ്ങൾ ഒരുമിച്ച് നിന്നിട്ടുണ്ട്, കൈവിടാൻ പറ്റത്തില്ല. അപ്പം അത് കേട്ടപ്പോഴത്തേക്ക് ഇനി ഇവർക്ക് ഇനി ഈ ബ്ലോക്ക് ഉണ്ടാവാൻ റീസൺ ഇനി ഇതൊക്കെയാണോ, കാരണം ഞാൻ വരുന്ന ഒരു പ്രശ്നവും ഇല്ല, ഇതാണോ അതാണോ എന്നുള്ള വെപ്രാൾ. അപ്പോൾ ഇവൻ അടുത്തോട്ട് വരുമ്പോഴേ എനിക്ക് ആ ഒരു ഭയം വരിക, അയ്യോ എൻ്റെ വീട്ടുകാർ അത് ഇത് മറ്റത് എന്നുള്ളൊരു സാധനം വരിക. അപ്പം 2 ദിവസം അതുണ്ടായിരുന്നുള്ളൂ, 3-ാം ദിവസം തൊട്ടില്ലായിരുന്നു അങ്ങനെ ഒരു സാധനമുണ്ട്. ഈ 2 ദിവസവും 3-ാം ദിവസവും ഒക്കെ ഞാൻ ഭ്രാന്ത് പിടിച്ച് നടക്കുന്ന സാധനങ്ങളുണ്ട്. ഇത് കഴിയുമ്പോൾ നമ്മൾ ആ വീട്ടിൽ നിൽക്കുക, നമ്മൾ ഈ പറയുന്ന നമ്മളിപ്പോൾ പറയുകയാണ് എനിക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോണം, അവർ ഇറക്കി വിടത്തൊന്നുമില്ല. അവർ ഇറക്കി വിടും എപ്പോഴെന്ന് പറയുമ്പോൾ നമുക്ക് അത്രയും പറ്റുന്നില്ല എന്നും പറഞ്ഞ് നമ്മൾ അവിടെ കിടന്ന് അത്രയും ബഹളം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ഇറക്കി വിടും. എന്നാലും നമുക്ക് എന്താണ് ഈ എഗ്രിമെൻറ്റിലൊക്കെ സൈൻ ചെയ്തിട്ടാണ് അതിനകത്തോട്ട് കയറുന്നത്. അപ്പോൾ ഈ പറയുന്ന എനിക്ക് ഇവൻ അടുത്തോട്ട് വരുമ്പോൾ പിന്നെയും നമുക്ക് ടാസ്ക് ചെയ്യണം, പിന്നെയും നമുക്ക് മുന്നോട്ട് പോകണം. ആ ഒരാഴ്ച ഫുള്ള് എൻ്റെ മൈൻഡ് ഫുള്ള് ചളമായിരുന്നു. അത് കഴിഞ്ഞ് ലാലേട്ടൻ വന്ന് സംസാരിച്ച് അത് അവിടെ കളയും എന്നുള്ളൊരിത് പറഞ്ഞതിന് ശേഷമാണ് ഞാൻ അവിടെ ഓക്കെ ആയി പോകുന്നത്, വൃത്തിക്ക് ഓക്കെ ആയി പോകുന്നത്. പിന്നെയും ഗബ്രിയായിട്ട് മിണ്ടുന്നില്ല എടുക്കുന്നില്ല, മിണ്ടേ പറ്റത്തുള്ളൂ. അല്ല ഞാൻ എങ്ങനെയാണ് വീട്ടിൽ ജീവിച്ചു? ബാക്കി ഒരു മനുഷ്യൻ നമ്മളോടൊരു അടുപ്പമില്ല, നമ്മൾ ടാസ്ക് ചെയ്യണം. അവിടെ എന്തും കുറ്റമാണ്. ഒരു ഗ്ലാസ് വെള്ളം എടുക്കുന്ന ഉൾപ്പെടെ എന്ത് ചെയ്താലും അവിടെ ഒരു പ്രശ്നം എന്നുള്ളൊരു സാധനം വരുമ്പോൾ നമുക്ക് വീട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു പരിധി കഴിഞ്ഞ് നമുക്ക് മനസ്സമാധാനം ഇരിക്കുമ്പോൾ ഫോൺ എടുത്ത് കുത്തിക്കൊണ്ടിരിക്കുക. ഫോണുണ്ടോ? ഇല്ല. ഒരു സമയം കഴിഞ്ഞാൽ നമുക്ക് കയറി കിടന്ന് ഉറങ്ങാം, അവിടെ ഉറങ്ങാൻ പറ്റുമോ? പറ്റത്തില്ല. നമുക്ക് എന്തെങ്കിലും ഫുഡ് വാങ്ങിച്ച് കഴിക്കാം. ഇവിടെ ഒരു സമയത്ത് നമുക്ക് ഇത്ര ഫുഡൊന്നുണ്ട്, ആ ഫുഡിനപ്പുറം നമുക്ക് അവിടെ എടുത്ത് കഴിക്കാൻ പറ്റുമോ? പറ്റത്തില്ല, ഒന്നും പറ്റത്തില്ല. ആകെ ഉള്ളൊരു ആശ്വാസം സമാധാനം ഈ പയ്യനാണ്. പിന്നെ ഞാൻ ആ പയ്യനോട് മിണ്ടായിരിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യും? ആരുണ്ട് ഇതിനെ തടയിടാൻ നോണമാണ്? ഇപ്പോൾ വീട്ടുകാർ വരുന്ന സമയത്ത് ചെയ്ത 2 ആക്ടിവിറ്റീസ്, ഒന്ന് അവിടെ ഇരുന്ന് ഫോട്ടോ എടുത്തുകൊണ്ട് പോവുക, പിന്നെ മാല അഴിച്ചെടുക്കുക, മറ്റൊരു മാല കെട്ടുകയാണ്. ആ സമയത്തൊക്കെയുള്ള ജാസ്മിൻ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും അവിടെ ഇരിക്കുന്ന സമയത്ത്, പിന്നീട് ഇതിപ്പോൾ മാനേജ്ഡ് ആയിട്ടുണ്ടാവും, അവിടെ ഇരിക്കുന്ന സമയത്ത് ജാസ്മിനെ ആ സമയത്ത് അങ്ങനെ ചെയ്യാൻ പാടുണ്ടായിരുന്നു എന്ന് എനിക്ക് തന്നെ അറിയില്ല, അങ്ങനെ ചെയ്യണ്ടായിരുന്നു എന്നാണ് എൻ്റെ മനസ്സ് പറഞ്ഞത്. പക്ഷേ ജാസ്മിൻ കളിക്കേണ്ടതുണ്ട് എന്ന് നമുക്കറിയാം, കോൺസെൻട്രേഷൻ വേറൊരു ഏരിയയിൽ പോവേണ്ടതുണ്ട്. പിന്നെ പല സഹ കണ്ടസ്റ്റൻസുകൾക്കും, ഇപ്പോൾ റസ്മിന് പോലും ഒരു ഘട്ടത്തിൽ റസ്മിൻ അവസാനം കയറുമ്പോഴും ജാസ്മിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കുന്നതെന്ന് വെച്ചാൽ ഗബ്രി ഒരു പാട്ട് പാടുന്നുണ്ടായിരുന്നു, നമ്മുടെ എന്തിനു വേറൊരു സൂര്യോദയം, നിന്റെ നൂപുര മർമ്മരം ഒന്ന് കേൾക്കാനായി വന്നു ഞാൻ എന്ന് പാടുന്നുണ്ട്. അപ്പോൾ അത് നല്ല രസമായിട്ട് പാടുന്നുണ്ട് അയാൾ. ആ പാടുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു സെൻറ്റിമെൻറ്റ്സ് ആണ്, ഓർമ്മകളാണ്. അപ്പം അവിടെ ഗബ്രി പോയിട്ട് ഒരുവിധം മര്യാദയ്ക്ക് കളിച്ചു വരുന്ന ജാസ്മിനെ വീണ്ടും ഡൗൺ ചെയ്യും എന്ന് റസ്മിന് തോന്നുന്നു. റസ്മിൻ അവിടെ ഇടപെടുകയാണ്, നീ ഒന്ന് നിർത്തടാ എന്ന് പറയുകയാണ്. ഈ സ്പേസ് വരെ എത്തുക. അപ്പം എന്തൊക്കെയോ ഇതിനകത്തൊരു ഡ്രാമ ഉണ്ട്, ഇല്ലെങ്കിൽ ജാസ്മിൻ എവിടെയൊക്കെ വഴിതെറ്റി പോകുന്നു എന്ന് തോന്നുന്നു. കുടുംബം അകത്തേക്ക് വന്നിട്ട് ഈ ആക്ടിവിറ്റീസ് ചെയ്യുന്ന സമയത്ത് ജാസ്മിൻ്റെ മനസ്സിൽ എന്തായിരുന്നു അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്? ജാസ്മിൻ എന്താണ് കിട്ടിയത്? ഗബ്രി പോയി കഴിഞ്ഞിട്ട് ഞാനവിടെ ഭയങ്കര വീക്കായിട്ട്, ഭയങ്കര വീക്ക് എന്ന് പറഞ്ഞാൽ എനിക്കവിടെ നിൽക്കണ്ട, എനിക്കവിടെ നിൽക്കണമെന്ന് പറഞ്ഞാൽ നിൽക്കാൻ പറ്റണില്ല, എനിക്ക് അത്രയ്ക്ക് പറ്റണില്ല. അതിവൻ പോയി എന്നുള്ളത് മാത്രമല്ല, എനിക്കവിടെ ഒന്നുമില്ല, ആരുമില്ല, ഒറ്റയ്ക്കല്ലേ ജാസ്മിനോട്. ഒറ്റയ്ക്കെന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നളി അവിടെ ഒറ്റപ്പെടുന്ന ആ ഒരു ഒറ്റപ്പെടലുണ്ടല്ലോ, അത് നമ്മൾ ഒറ്റയ്ക്ക് നിന്നാലും നമ്മളോട് മിണ്ടാനോ സഹകരിക്കാനോ ആരെങ്കിലും ഒരു മനുഷ്യൻ വേണം. ഈവൻ അതൊരു ഫേക്ക് ചെയ്തിട്ടാണെങ്കിലും നമ്മളോടൊരു ആ ഒരു ഇതെങ്കിലും വേണം. അതെനിക്കവിടെ ഇല്ല, എനിക്കിവിടെ അത്രയില്ല. അപ്പം നമുക്ക് എന്താണ്, എനിക്ക് ആ ഒരു വീട്ടിൽ നിന്ന് എങ്ങനെയും ഒന്ന് ഇറങ്ങിപ്പോയാൽ മതി എന്നുള്ള കണ്ടീഷനാണ് എൻ്റെത്. അപ്പം ഇതിൻ്റെ കൂടെ ഇവനും കൂടെ പോയപ്പോഴത്തേക്ക് നമ്മുടെ ആ വീട്ടിൽ നിന്ന് ഒരാൾ എവിക്റ്റായി പോവാന്ന് പറഞ്ഞാൽ, ഞാൻ അവിടെ അന്നും പറഞ്ഞിരുന്നൊരു സാധനമാണ്, ഇപ്പം നമ്മുടെ ഈ ലോകത്തു നിന്ന് ഒരാൾ മരിച്ചാൽ എന്താ, നമ്മുടെ ഈ ലോകത്തോട്ട് അയാളില്ല. ഈ സെയിം ആണ് അവിടെ ഒരു എവിക്ഷൻ എന്ന് പറഞ്ഞാൽ പിന്നെ ആ ലോകത്തോട്ട് അയാളില്ല. പിന്നെ ഏറ്റവും ലാസ്റ്റ് ഈ റീ എൻട്രി എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടെങ്കിലേ ഉള്ളൂ, അല്ലാതെ നമുക്ക് ആ ലോകത്തോട്ടില്ല. 3 മാസത്തെ കാര്യമല്ലേ ഉള്ളൂ നമുക്ക് ഇവിടെ ഇരുന്ന് പറയാം.
അവിടെ പോയി നിന്ന് നോക്കണം, ഒരു ദിവസം തള്ളി നിൽക്കണമെങ്കിൽ നമുക്ക് അത്രയ്ക്ക് പാടാണ്. എനിക്ക് 3 മാസം, എനിക്ക് ഒരു 1.5 വർഷത്തിന് തുല്യമായിരുന്നു എനിക്ക്, എൻ്റെ കാര്യമായിട്ടോ ഞാൻ പറയണേ. അപ്പം ആ ഒരു സമയത്ത് ഇവൻ ഇറങ്ങി പോവുകയും കൂടെ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ആരും എൻ്റെ റെഫറൻസ് ആയിരുന്നു ആ ഫോട്ടോ. അത് ക്രിഞ്ച് എന്ന് പറയുന്നവർക്ക് പുറത്തിറങ്ങി കഴിയുമ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തോ. പക്ഷെ അന്നത്തെ എൻ്റെ മനസ്സിലെന്തെന്ന് പറയുമ്പോൾ എനിക്ക് ആകെയുള്ള റെഫറൻസ് ആണ് അത്. എനിക്ക് അവനോട് സംസാരിക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ അവിടെ എനിക്ക് ഈ ഇതിൻ്റെ ഒരാളാണെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു വിഷമം വരുമ്പോൾ കൈ പിടിക്കാൻ ഒരാൾ വേണം. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ള സാധനം, ഞാൻ ഭയങ്കര ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ളൊരു പേഴ്സണാണ്. അപ്പം ഞാൻ ഇവൻ്റെ മാല എടുത്ത് കൈ പിടിക്കുമ്പോഴായാലും എനിക്കൊരു ആശ്വാസമാണ്. പുറത്തുനിന്ന് കാണുന്നവർക്ക് വൻ ക്രിഞ്ചായിരിക്കും. ഓക്കെ, ഞാൻ ക്രിഞ്ചെത്തിയാണ്, ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ എനിക്കതൊരു ഹോൾഡാണ്. അപ്പോൾ ഇവൻ്റെ ഫോട്ടോയിലായാലും ഞാൻ നോക്കിയിരുന്നു, ഞാൻ ഇങ്ങനെ ഇരുന്ന് കരയും പറയുകയൊക്കെ ചെയ്യുമ്പോൾ എനിക്കതൊരു ആശ്വാസമാണ്. ഓക്കെ, ഗബ്രിയാണ് അതെന്നുള്ളത് എൻ്റെ ഒരു ആശ്വാസമാണ്. അപ്പോൾ കുറേ പേര് ഞാനുണ്ട് ഉമ്മാരെയും വാപ്പാരെയും ഫോട്ടോ ഇല്ലായിരുന്നു. ഞാൻ എൻ്റെ ഉമ്മാടെയും വാപ്പാടെയും ഫോട്ടോ നോക്കി സംസാരിക്കുന്നുണ്ട്. ഇവരിത് കട്ട് ചെയ്ത് കളയുന്നതിന് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ബ്രോ? ഗബ്രി ഉള്ള സമയത്ത് തന്നെ ഞാൻ ഉമ്മാരെയും വാപ്പാരെയും ഫോട്ടോ എടുത്ത് വെച്ച് കരയുന്നതും എടുക്കുന്നതും കൊണ്ട് ഇതൊന്നും പുറത്ത് വന്നിട്ടില്ല. ഈവൻ എൻ്റെ ഉമ്മാർ എൻ്റെ അടുത്ത് ചോദിച്ചൊരു സാധനമാണ്, നീ ഒരു വട്ടം പോലും ഞങ്ങളെ അതിനകത്ത് ആലോചിച്ചിട്ട്. ഞാൻ എൻ്റെ അത്താരെയും ഉമ്മാരെയും കാര്യം എപ്പോഴും ഈവൻ റസ്മിൻ്റെ അടുത്തായാലും, ഞാൻ റസ്മിൻ്റെ അടുത്തും ഗബ്രിയുടെ അടുത്താണ് സംസാരിക്കുന്നത്. അപ്പോൾ അവർക്കാണ് കൂടുതൽ പറയുന്നത്. ഞാൻ അവരത്തൊക്കെ പറയാറുണ്ട്, ഈ സാധനം ഇവർ പുറത്തു വിടുന്നില്ല. ഇവർ ഈ പുറത്തു വിടുന്നത് ഞാനും ഗബ്രിയും തമ്മിലുള്ള ഈ ഒരു സാധനവും അല്ലെങ്കിൽ ഈ ഇരുന്ന് കരയുന്നതും ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങളും എൻ്റെ കുറേ വീക്ക് പോയിന്റുകളും ഇങ്ങനെയുള്ള സാധനങ്ങളാണ്. നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ഒന്നാമത്തെ കാര്യം നമ്മളിത് അറിയണില്ല. അപ്പം ഈ ഫോട്ടോ ഇവർ എടുത്ത് മാറ്റുന്ന സമയത്താണെങ്കിലും അപ്പം എൻ്റെ ആ ഒരു ഇത് പോണത് ഫുള്ള് ഈ ഒരു ഫോട്ടോയിലും ഈ മാലയിലുമാണ് കേട്ടോ. അപ്പം സാബുചേട്ടൻ വന്നിട്ട് എൻ്റെ ഇന്ന് മാല വാങ്ങിക്കുന്ന ഒരു സീനൊക്കെ ഉണ്ട്. എന്നിട്ട് ഞാൻ അവിടുന്ന് പിന്നെ 2-3 മാല എൻ്റെ ഉണ്ട്. അപ്പോൾ അതിൽ വേറൊരു മാല എടുത്ത് വെച്ചിട്ട് എന്നാ ഇത് എന്നുള്ള രീതിയിലൊക്കെ ഞാൻ നിൽക്കണുണ്ട്. അപ്പം വീട്ടുകാർ വന്ന സമയത്ത് ഇതിനകത്ത് കുറേ സാധനം കണ്ടാണ്. ഗബ്രി പോയതിന് ശേഷമാണ് ജാസ്മിൻ കളിച്ചു തുടങ്ങിയെന്നുള്ളത്. ഞാൻ അതിന് മുമ്പും കളിച്ചിട്ടുണ്ട്. ഞാൻ വീക്കായിട്ടുള്ള ഒരു 2 ആഴ്ച മറ്റും ഉണ്ട്. അതിന് മുൻപും ഞാൻ കളിച്ചിട്ടുള്ള സാധനങ്ങളുണ്ട്. പക്ഷേ എൻ്റെ ഗെയിം അല്ല ആൾക്കാർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എൻ്റെ ഗെയിം അല്ല, ഞാൻ എപ്പിസോഡ് കാണാൻ നിന്നിട്ടില്ല, ഗെയിം അല്ല പുറത്ത് വരുന്നത്. ഈ സാധനങ്ങളെ വരുന്നുള്ളൂ. ഈ പറയേണ്ട കാര്യങ്ങൾ അന്നും ഞാൻ മുഖത്തൂക്കി പറഞ്ഞിട്ടുണ്ട്, അന്നും ഞാൻ പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിച്ചിട്ടുണ്ട്, അന്നും ഞാൻ ടാസ്കുകൾ ചെയ്തിട്ടുണ്ട്, എൻ്റെ മാക്സിമം ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് കാണുന്നില്ല, അല്ലെ ഒരു പക്ഷേ കാണാൻ ശ്രമിക്കുന്നില്ല. ഇവൻ പോയി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ വീട്ടുകാരും വന്നതിന് ശേഷം ഞാൻ ഓക്കെ ആവുന്നതാണ് കൂടുതലും കാണുന്നത്. പക്ഷെ ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ആഴ്ചകളുണ്ടല്ലോ, ഗബ്രി പോയി വീട്ടുകാർ വരുന്നതിൻ്റെ ആ ഒരു ഇടയ്ക്കത്തെ കുറച്ച് നാളുകൾ ഞാൻ ഭയങ്കര വീക്കായിരുന്നു. അപ്പം ആ ഒരു സമയത്ത് വീട്ടുകാർ വന്ന് ഈ ഫോട്ടോയും മാലയും മാറ്റുമ്പോൾ എനിക്ക് എന്ത് വരുത്ത് പറയണമെന്ന് അറിഞ്ഞുകൂടാ. എൻ്റെ സിറ്റുവേഷൻസ് ഇരുന്ന് പറയണമെങ്കിൽ എനിക്ക് അവർ ഇരുത്തി പറഞ്ഞു കൊടുക്കണം. അപ്പം ഇവർ തിരിച്ച് എൻ്റെ അടുത്തും കുറേ കാര്യങ്ങൾ ചോദിക്കുമ്പം എനിക്ക് കുറേ സാധനങ്ങളിൽ എനിക്ക് എന്ത് പറയണമെന്ന് അറിയില്ല. അതെൻ്റെ ഉള്ളിലുള്ള കുറച്ച് സാധനങ്ങളാണ്. നമുക്ക് കീറി കാണിച്ചു കൊടുക്കാൻ പറ്റത്തില്ല ഇന്നതാണെന്നുള്ളത്. ചിലത് നമുക്ക് വാക്കുകൊണ്ട് പറഞ്ഞാൽ തീരാൻ പറ്റാത്ത കുറച്ച് സാധനങ്ങളുണ്ട് നമുക്ക്. അത് നമ്മൾ കുറേ എക്സ്ട്രീം പോയിന്റുകൾ അനുഭവിക്കുമ്പോഴേ നമുക്ക് ആ ഒരു സിറ്റുവേഷൻ വരത്തുള്ളൂ. ഇപ്പം എനിക്ക് ഒരു പരിധി വരെ നമ്മൾ അനുഭവിച്ചാണെങ്കിൽ നമുക്ക് നമ്മുടെ വാക്കുകൾ കൊണ്ട് ആൾക്കാരെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ചിലത് നമുക്ക് വാക്കുകൾ കൊണ്ട് ആൾക്കാരെ എക്സ്പ്രസ് ചെയ്യാനോ അവരെ പറഞ്ഞ് മനസ്സിലാക്കാനോ നമുക്ക് സാധിക്കില്ല. അപ്പോൾ ഇവരിത് ചെയ്യുമ്പോൾ എനിക്കിവരോട് ഒന്നും പറയാൻ പറ്റുന്നില്ല. ഞാൻ പറയുന്നുണ്ട് എനിക്ക് കുറച്ച് കാര്യം. അപ്പോൾ അവർ പറഞ്ഞുകൊണ്ട് നമുക്കതൊക്കെ വീട്ടിൽ പോയിട്ട് പറയാം. അപ്പോൾ അവരത് പറയുന്നതിനകത്ത് ഒരു പക്ഷേ എന്തെങ്കിലും കാണുമെന്നുള്ള രീതിയിൽ ഞാനൊന്നും മിണ്ടിയില്ല. എടുക്കുന്നെങ്കിൽ എടുത്തോട്ടെ എന്നുള്ള രീതിയിൽ എടുത്തു. പിന്നെ എൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അന്ന് വരെ എനിക്ക് ഗബ്രി എന്നൊരു പേരെങ്കിലും ആ വീട്ടിൽ ഉച്ചരിക്കാൻ പറ്റുമായിരുന്നു. ഇവരിത് പോയതിന് ശേഷം എനിക്ക് അതും പറയാൻ പറ്റാതായപ്പം ഉള്ളിൽ ഭയങ്കരമായിട്ട് നീറാൻ തുടങ്ങി. അത് പറയാനും പറ്റില്ല, ഇത് പറയാനും പറ്റില്ല, ഒന്നും ചെയ്യാനും പറ്റില്ല, ആരും ഇല്ല, അതും ഇല്ലതില്ല. പിന്നെ ഞാൻ ഓട്ടോമാറ്റിക്കലി എനിക്ക് എവിടെ നിന്നൊക്കെയോ കുറേ സ്ട്രെങ്ത് വന്നു. പിന്നെ ഞാനങ്ങ് പാറയായി മാറി. റസ്മിൻ പോയപ്പോൾ പോലും ഞാൻ കരഞ്ഞില്ല, എനിക്ക് കണ്ണീരിക്കുന്നില്ല. പിന്നെ ഞാൻ പാറയായി മാറി. ഇനിയിപ്പോൾ എന്തോ വരട്ടെ, ഇനിയിപ്പം എന്ത് തൊലയോ ചെയ്യട്ടെ, എന്ത് നശിക്കുകയോ ചെയ്യട്ടെ, ഇവിടുന്ന് ഞാൻ ഇറങ്ങി വരണമെന്ന് വിചാരിച്ചിരുന്ന ഞാൻ 100 ദിവസം നിന്നിട്ടേ പോത്തുള്ളൂ. എന്ത് നശിച്ചാലേ ഞാൻ അത്രേ ചെയ്യുന്നുള്ളൂ എന്നുള്ളൊരു സാധനത്തിലോട്ട് ഞാൻ വന്നെത്തിയത്. അങ്ങനെയാണ് ഒരു ജാസ്മിൻ പാറയായിട്ട് നിലയുറപ്പിച്ചത് 100 ദിവസം. ഇപ്പം പോലും ഞാൻ ഇവിടുന്ന് പുറത്തിറങ്ങിയിട്ട് എനിക്ക് ഒരുപാട് സാധനം, നമുക്ക് സഹിക്കാൻ പറ്റാത്ത സാധനങ്ങളൊക്കെ ഉണ്ട്. ഈ പ്രായത്തിൽ എനിക്ക് സഹിക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ ഞാൻ സഹിക്കും. ആ ഒരു സിറ്റുവേഷൻ എന്നെ ആ വീട് പഠിപ്പിച്ചു.